ഇതാ ഞാൻ പറഞ്ഞു, ഇതാ മൂസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സസ്കാച്ചൻ പ്രൊവിൻഷ്യൽ പാർക്കിലാണ്. ആ പാർക്ക് ഈ ഗ്രാൻഡ് പേരി സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ പോകുന്ന റൂട്ടിലാണ്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷം മുമ്പേ ആ പാർക്കിൽ പോയിട്ട് കാണാം. സോ ഗൈസ്, ഇപ്പം നമ്മൾ സസ്കാച്ചൻ ഐലൻഡ് പാർക്കിലോട്ട് പൊക്കോണ്ടിരിക്കുക. ഈ ഹൈവേ നേരെ പോകുന്ന ബ്രിട്ടീഷ് കൊളംബിയയിലോട്ടാണ്. ഇവിടുന്ന് ജസ്റ്റ് എനിക്ക് ഇനി ഒരു 15 കിലോമീറ്റേഴ്സ് കൂടെ ഉള്ളൂ. ഈ റോഡ് നേരെ പിടിച്ച് ഒരു 150 കിലോമീറ്റർ അപ്പുറം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് BC ബോർഡർ എത്തും. പിന്നെ അവിടുന്ന് ഒരു സ്ഥലത്തോട്ട് ഗൈസ്, ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു വിന്റർ ഒക്കെ ആണെങ്കിൽ ഫുൾ വൈറ്റ് കളറാക്കി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനത്തെ ഈ കളറ് പച്ചപ്പ് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. വിന്റർ വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല ഇവിടെ. ഇങ്ങനെ ചുമ്മാ കിലോമീറ്ററോളം റോഡ് മാത്രം കാണാം, വേറെ ഒന്നും, എല്ലാം വെള്ളയായിരിക്കും. ഈ മരങ്ങളിലൊന്നും ഇലകളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല, ഈ പച്ചപ്പൊന്നും കാണത്തില്ല. അല്ലാതെ സമ്മറിന് ഭയങ്കര രസമാണ്. ഇതിങ്ങനെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി പച്ചയാകും, ചിലപ്പോൾ മഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഗൈസ്. ഇത് ആ ചെറിയ വഴി. നമ്മൾ ഇനി ഇവിടുന്ന് സ്ട്രെയിറ്റ് നേരെ ആ പാർക്കിലോട്ടാണ് ചെല്ലും. ഗൈസ്, നമ്മുടെ പാർക്കിൽ എത്തിയിരിക്കുന്നു. വേണ്ട, ഇവിടെ ബോർഡുണ്ട്, സസ്കാച്ചുവൻ ഐലൻഡ് പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഏരിയ, ഈ പാർക്കിൻ്റെ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് അത് നമുക്ക് ഇനി ഷൂട്ട് ചെയ്ത് മുമ്പോട്ട് പോവാം. ഗൈസ്, ഇത് കണ്ടോ, ഇത് ചെറിയ കുട്ടികൾക്ക് സൈക്കിളൊക്കെ ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ട്രെയിലാണ് കേട്ടോ ഇത്. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഊഞ്ഞാലയും സ്ലൈഡും എല്ലാം ഉണ്ട്. അതവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, ഇത് കണ്ടോ, ഇവിടെ ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ പണിതിട്ടുണ്ട്. നമുക്ക് വന്ന് വൈകുന്നേരം ഈ കല്ലിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കാം, വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് വന്ന് ഇതാ നോസിലുള്ള സംഭവം, ഇതിനകത്തൂടെയൊക്കെ വെള്ളം വരും. ഇവിടെ ചെറിയ വാട്ടറിൻ്റെ എന്തോ പരിപാടിയാണ് ഇതിനകത്ത്. പിന്നെ ഇതുപോലെ ഒരുപാട് നമുക്ക് ഇവിടെ ഈ പാർക്കുകളിൽ കാണാൻ പറ്റും. ഊഞ്ഞാലകൾ, സ്ലൈഡുകൾ, പിന്നെ റൗണ്ടായിട്ട് ഇതായ റോപ്പ് ക്ലൈംബ് ചെയ്യുന്ന സംഭവം. പിന്നെ ഇതാണ്ടോ, ഇവിടെ എല്ലാം ഉണ്ട്, ടേബിളും ചെയറും കാര്യങ്ങളും, അങ്ങനത്തെ എല്ലാം സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ കഴിച്ച് ഇവിടെ ഒരു ടോയ്ലറ്റ്. ഇതാണ്ട് കഴിച്ച് നമ്മുടെ ലേക്കാണ് അതാണ്ട കാണുന്നത്. ഇവിടെയും കണ്ടു കുറേ ബെഞ്ചുകൾ കാര്യങ്ങൾ, കുട്ടികൾ കളിക്കാൻ ഊഞ്ഞാല കാര്യങ്ങൾ. ഇത് നേരെ ഇവിടെ നിന്ന് നമുക്ക് ട്രെയിൽ സ്റ്റാർട്ട് ചെയ്ത് നേരെ മുമ്പോട്ട് പോകുന്നതാണ്. ഓ ഗൈസ്, ഇവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട്. ലേക്ക് കാണാൻ പറ്റും. ഗൈസ്, ഇതാണ് ലേക്ക്. എന്തോ ഇവിടെ ഒരു ഐറ്റം നീന്തി പോകുന്ന കണ്ടോ, എന്തോ എനിക്ക് പോലും കാണുന്നില്ല, നല്ല ദൂരെയായത്. ഇതാണ് ലേക്ക്. അവിടെ ഇങ്ങനെ നമുക്ക് സർഫ് ബോട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ ഈ ആൾക്കാരൊക്കെ അവിടെ സർഫ് ബോട്ടിലൊക്കെ ഇങ്ങനെ ചുമ്മാ കിടപ്പുണ്ട്. സേഫാണെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ. പിന്നെ പാർക്കിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുക. നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ്. ഉള്ളത് വെച്ച് നമ്മൾ കണ്ടു കേട്ട് ചില്ല് ചെയ്ത് പോവുക ഇവിടുന്ന്. പിന്നെ ഈ പാർക്കും ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ ഫുള്ള് ചുറ്റി നടന്ന് വരാനുള്ള ഉണ്ട്. ഗൈസ്, ഇത് കണ്ടോ, ഇത് ചെറിയൊരു സാധനം വെള്ളത്തിലോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കും. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി രസമായിരിക്കും. ഇത് താന്നു പോകത്തില്ല കേട്ടോ, സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് താഴോട്ട്. ഇതാണ് ഈ ലേക്ക്. ഇവിടങ്ങളിലാണ് ഫുള്ള് പാർക്കിൻ്റെ ട്രെയിലൊക്കെ ഉള്ളത്, ഈ സൈഡിൽ കൂടെ. ഗൈസ്, നല്ല വെയിലാണ്. ഇപ്പം നമ്മൾ നടന്ന് വന്ന് നമ്മൾ മുമ്പേ വന്ന 4-way സ്റ്റോപ്പിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം. ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ക്യാമ്പിംഗ് നേരെ, ഡേ ഓഫ് യൂസ്, പിക്നിക് ഷെൽട്ടർ, ലിറ്റിൽ ലേക്ക് ട്രെയിൽ നേരെ, ഗ്രൂപ്പ് ക്യാമ്പയിൻ ബൈ റിസർവേഷൻ. ഇങ്ങോട്ടൊക്കെ പോകുന്ന ഒത്തിരി റിസർവേഷൻ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ട്രെയിൽ വേണം നടന്നു പോകാം. ഈ ലിറ്റിൽ ലേക്ക് ട്രെയിൽ നേരെ നടന്നു പോകാം.
ഗൈസ് അന്ന് നമ്മൾ പോയില്ല, അതുപോലത്തെ ട്രെയില കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി, ഇതിലെ വന്ന് അതിലെ പോയത്. വേണ്ട പിന്നെയും വാഷും, ഇഷ്ടംപോലെ വാഷുമുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇത് കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല എഫഡ് ബിയർ ഈസ് ഡേഞ്ചറസ്. ഇവിടെയൊക്കെ ബിയറും മൂസും അതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും ലാസ്റ്റ് ടൈം ഇവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആയി, ഒരു 7-8 മണിയൊക്കെ ആയി. ഇപ്പം ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നു. ഈ സൈഡിൽ കൂടെ വലിയൊരു ഐറ്റം നടന്നു വന്നു. നമുക്ക് ആ നടക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളായിരുന്നു. നമുക്കന്ന് കാണാൻ പറ്റിയില്ല എന്ത് ഈ നടന്നു വരുന്നതെന്ന്. അടുത്ത് ചെന്നപ്പോഴാണ് കുതിര പോലത്തെ ഒരു മൂസ്. അയ്യോ, ഞങ്ങൾ പേടിച്ച് ഇവിടെ വെളിയിൽ അങ്ങോട്ടാണ് നമുക്ക് വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം, അവിടെ വരെ ഓടിയാ പോയത്. ഓടി ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. അതൊരു അടിപൊളി രസമായിരുന്നു. അതുപോലെ ഒന്നുകൂടെ കാണാതിരിക്കട്ടെ. നമുക്ക് ജീവികളെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഇവരങ്ങനെ ഒന്നും ആക്രമിക്കുന്നൊന്നുമില്ല. എന്നാലും സമയം കഷ്ടമാണല്ലോ ഗൈസ്. നമ്മൾ ഈ പോകുന്ന വഴിയില്ലേ, ഇതുപോലെ ഓരോരോ എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതൊരു ലൂപ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോരോ ആൾക്കാർ ഇവിടെ ബുക്കിംഗ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഒരു സ്പോട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ചെന്നിട്ട് ഇവർ ഇതുപോലെ ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്താണോ അവർക്ക് ഇഷ്ടം അത് അവർ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുക, ഫുഡ് കഴിക്കുക. കുറേ കുട്ടികളുണ്ട് കേട്ടോ അവിടെ. ഇവിടെ എല്ലാം സൗണ്ട് കേൾക്കാം. ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ക്യാമ്പർ വാൻ അതിനകത്ത്. ഇത് കണ്ടോ ഗൈസ്, ക്യാമ്പർ വാൻ. ഈ വെള്ള കളറെല്ലാം ക്യാമ്പർ വാനാണ് ഗൈസ്. ഞാൻ മുമ്പേ പറഞ്ഞ ബെറീസ് ഇല്ലേ, ഇതാണ്. ഇത് കണ്ടോ, ബ്ലാക്ക് കളർ ബെറീസ്. ഇത് തിന്നാൻ പറ്റുമോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നല്ല ചുമ്മാന്നായിരിക്കുന്നത്, എന്തോ ഐറ്റം ഒന്നും അറിയത്തില്ല. ഇവിടെങ്ങളിൽ ഫുള്ള് ഈ സാധനമാണ്. കണ്ടോ കണ്ടോ, ഇത് വെച്ചായിരുന്നു എന്താ കെമിക്കൽ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാക്കും. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു. അത് ഈ മീറ്റും ഡ്രൈഡ് ബെറീസും യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഈ സൈഡ് മൊത്തം അതാണ് ഗൈസ്. കണ്ടോ, ഇതിൻ്റെ ചാകര ഇവിടെ എല്ലാം ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഗ്രൂപ്പ് ക്യാമ്പിങ് ഈ കാണുന്ന നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് നേരെ പുറകെ നമ്മൾ പോകാൻ പോകുന്നത് ഇത് ദ ലിറ്റിൽ ലേക്ക് ട്രെയിൽ. ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, നോക്കിയിട്ട് ഗൈസ്. ലേക്ക് ഷോർ ട്രെയിൽ അത് ഈ വഴി കൂടെയാണ്. നമുക്കിനി ഇതിലെ അങ്ങോട്ട് പോയി നോക്കാം. ഓ ഗൈസ്, നടന്ന് ഞാൻ ഒരു കുടം വനത്തിലോട്ട് എത്തി കേട്ടോ. ഇത് കണ്ടോ, ചെറിയ ഒരു പേടി എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ പ്രേതത്തിനെ പോലത്തിനെ ഒന്നുമല്ല കേട്ടോ, ജീവികളെയാണ്. വലിയ വലിയ ആന പോലത്തെ ജീവികളാണ്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ് ഈ പാർക്കുണ്ടല്ലോ കൂടുതലും ട്രെയിലുകളാണ് കേട്ടോ. വന്ന് ഇവിടുന്ന് കേട്ടോ, ചെറിയ ഡോഴി. ഗൈസ് ഇത് ഞാൻ നടന്ന് നമ്മൾ പോയ വഴി തന്നെ എത്തി. ഇത് ഫുള്ള് ട്രെയിലാണ് കേട്ടോ. കുറേ നടന്നു, നല്ല വെയിൽ. ഗൈസ് ഞാൻ പറഞ്ഞ ഐറ്റം കണ്ടോ, ഇതാ മൂസ്. ഗൈസ് ഞാൻ നടന്ന് നമ്മുടെ പഴയ സ്ഥലത്ത് തന്നെ എത്തി. നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്താറായി. അപ്പം ഈ പാർക്ക് ട്രെയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി നല്ലതാണ്. കുറേ നടക്കാനുണ്ട്, കുറേ ഇങ്ങനെ കാട്ടിക്കൂടെ നടന്നു പോകാം. ഞാനൊരു മാനിനെയും കണ്ടു, പക്ഷെ വീഡിയോ എടുക്കുന്ന തൊട്ട് മുമ്പ് അതങ്ങ് ചാടി കൂടിപ്പോയി. അല്ല ഞാൻ എന്നെയും കാണിച്ചു തരായിരുന്നു. നമ്മൾ നടന്ന് ആ സെയിം സ്പോട്ടിലെത്തി. അവിടെ കിടക്കുന്ന നമ്മുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. ഗൈസ് നമ്മളപ്പം ഇപ്പം ഈ പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ്. ഗൈസ് നമ്മളിപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ആ പാർക്കിൽ നിന്ന്. നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഈ റോഡ് ചെന്ന് ആ മെയിൻ ഹൈവേ BC കണക്ട് ചെയ്യുന്ന ഹൈവേയിലോട്ട് കയറും.
അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് പിടിച്ചിട്ട് ഡയറക്റ്റ് ഗ്രാൻഡ് പ്രിയറി. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പാർക്കിന്റെ അടുത്ത വേറെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാണിക്കാൻ ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.